രാജ്യത്തെ വരുമാന മേഖല വൈവിധ്യവൽക്കരിക്കുന്നത് സംബന്ധിച്ച് പാർലമെന്റിൽ നടന്ന പ്രത്യേക ചർച്ചയ്ക്കിടെയാണ് മന്ത്രിയുടെ ഈ അഭിപ്രായ പ്രകടനം. ഇത് കുവൈത്ത് സർക്കാരിന്റെ മാത്രം കാഴ്ചപ്പാടല്ലെന്നും ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി തുടങ്ങിയ സ്ഥാപനങ്ങളും സാമ്പത്തിക വിദഗ്ധരും നൽകുന്ന മുന്നറിയിപ്പുകളും ഇതേ ദിശയിൽ തന്നെയാണെന്നും പൊതുചെലവ് ഗണ്യമായി കുറക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി നടപ്പാക്കുക മാത്രമേ ഇതിന് പരിഹാരമുള്ളൂവെന്നും അനസൽ സ്വാലിഹി കൂട്ടിച്ചേർത്തു. 2013 അവസാനിച്ച 10 വർഷത്തിൽ കുവൈത്തിലെ പൊതുചെലവിന്റെ വാർഷിക വളർച്ച 20.4%. ഇതേ കാലത്ത് വരുമാനത്തിന്റെ വാർഷിക വളർച്ച 16.2%. നിലവിൽ ഈ കുറവ് പരിഹരിക്കാൻ കരുതൽ ധനശേഖരത്തെ ആശ്രയിക്കുകയാണ് കുവൈത്ത് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കിയ മന്ത്രി അത് ശാശ്വത പരിഹാരമല്ലെന്ന് ഓർമ്മിപ്പിച്ചു. പൊതുചെലവ് വർദ്ധിക്കുന്നത് കുവൈത്തിന്റെ വിദേശ ആസ്തി ചോർത്തിക്കളയുന്ന സ്ഥിതിയിലേക്ക് നയിക്കുമെന്ന് പാർലമെന്റിലെ ചർച്ചയിൽ പങ്കെടുത്ത ധനകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖലീഫ അഹമ്മദ് ചൂണ്ടിക്കാട്ടി. 2004-2005 സാമ്പത്തിക വർഷത്തിൽ നിന്ന് 2012-2013 ആയപ്പോഴേക്കും ശമ്പളത്തിനു വേണ്ടി ചെലവഴിച്ച 320 കോടി ദിനാർ 950 കോടി ദിനാറായും 116 കോടി ദിനാറായിരുന്ന സബ്സിഡി 505 കോടി ദിനാറായും ഉയർന്നിട്ടുണ്ട്. നിലവിലെ ശമ്പള വ്യവസ്ഥയും സബ്സിഡി സംവിധാനവും അതേപടി തുടരുന്നതാണ് പൊതുചെലവ് ഈ അവസ്ഥയിൽ വരുമാനത്തെ മറികടന്ന് മുന്നേറാൻ കാരണമെന്നും അവ നിയന്ത്രിക്കുക മാത്രമേ പോംവഴിയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സബ്സിഡി നിയന്ത്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർഹരായവർക്ക് അത് ലഭ്യമാക്കി അനർഹരിലെത്തുന്നത് തടയുകയാണെന്ന് ധനമന്ത്രി വിശദീകരിച്ചു. എണ്ണ വരുമാനത്തെ അമിതമായി ആശ്രയിക്കേണ്ടി വരുന്നതാണ് രാജ്യത്തെ ദുര്യോഗമെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഈ ദിശയിലായതിന് സർക്കാർ ഉത്തരവാദിയാണെന്നും പാർലമെന്റിൽ സംസാരിച്ച എംപിമാരിൽ മിക്കവരും കുറ്റപ്പെടുത്തി. വിദേശികളെ വൈദ്യുതി, വെള്ളം, പെട്രോൾ എന്നിവയുടെ സബ്സിഡിയിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്ന് അടുത്തിടെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.